അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ കഴിഞ്ഞ ദിവസം ബെഡ് സ്കൂളിന് പേര് വെക്കുന്നതുമായി ബന്ധപ്പെട്ട് പാലക്കാട് ഒരു പ്രതിഷേധ റാലി നടന്നു. അതിൽ ഒരു മുദ്രാവാക്യം വിളിക്കപ്പെടുന്നുണ്ടായിരുന്നു. അതിൽ പരാമർശിക്കപ്പെടുന്ന വ്യക്തിയുടെ പേര് ഡോക്ടർ KB ഹെഡ്ഗേവാർ എന്നായിരുന്നു. നിങ്ങൾ ആ മുദ്രാവാക്യവും ആ പ്രതിഷേധ സമരവും നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് ബാക്കി സംസാരിക്കാം. സഖാവ് PK മേദിനി ആ വേദിയിൽ സംസാരിക്കാൻ അപമാനിക്കാൻ വന്നവരെ ആയിരത്തി 1925 KB ഹെഡ്ഗേവാർ RSS എന്ന സംഘടന രൂപീകരിക്കുന്നത്. KB ഹെഡ്ഗേവാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ബ്രിട്ടീഷുകാർക്കെതിരിൽ ദേശീയ പ്രസ്ഥാനത്തോട് അണിചേരാനല്ല, മറിച്ച് നിസ്സഹകരണ പ്രസ്ഥാനങ്ങളായ പാല് കുടിച്ചു വളരുന്ന യവന ചെറുപ്പങ്ങൾ, അതായത് മുസ്ലിങ്ങൾ അടക്കമുള്ളവർ വിഷലിപ്തമായ ശബ്ദം കൊണ്ട് ഈ ലോകത്ത് ലഹളകൾ ഉണ്ടാക്കുമ്പോൾ അതിനെ തടുക്കാനാണ് RSS എന്ന സംഘടന രൂപീകരിക്കുന്നത്. ഈ RSS എന്ന സംഘടന രൂപീകരിച്ചതിന് ഉടനെയാണ് സൈമൺ കമ്മീഷനെ ബഹിഷ്കരിച്ചതിൻ്റെ ഭാഗമായി ലോകമിളകിമറിയുന്നത്. 1928 ലാലാ ലജ്പത് റായ് രക്തസാക്ഷിയായി. 1929 ധീരവിപ്ലവകാരി ഭഗത് സിംഗിനെയും സുഖ്ദേവിനെയും രാജ്ഗുരുവിനെയും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. 31 അവരെ തൂക്കിലേറ്റപ്പെടുകയും ചെയ്യുന്നു. 1929 32ഓളം കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകരെ പല ഭാഗത്തു നിന്നായും അറസ്റ്റ് ചെയ്യപ്പെടുന്നു. ബ്രിട്ടീഷ് പ്രസ്ഥാനത്തെ ഇല്ലാതാക്കാൻ ഗൂഢാലോചന നടത്തി എന്ന കേസ് ചുമത്തി അവരെ അതികഠിനമായ ശിക്ഷയ്ക്ക് വിധേയമാക്കുന്നു. അതിൽ മുസഫർ അഹമ്മദ് എന്ന കമ്മ്യൂണിസ്റ്റ് പ്രവർത്തകനെ ആജീവാനന്ദം നാടുകടത്തുകയും ചെയ്തു. 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിന പ്രതിജ്ഞയെടുത്ത് ആയിരക്കണക്കിന് ആൾക്കാർ കടന്നു വന്നു. മഹാത്മാഗാന്ധിജിയോടൊപ്പം 90,000-ലധികം ആൾക്കാർ ദേശീയ മുദ്രാവാക്യവും മറ്റും വിളിച്ച് ജയിലടയ്ക്കപ്പെട്ടു. ഈ സമയത്തൊക്കെ RSS നിസ്സംഗരായി നോക്കി നിൽക്കുകയായിരുന്നു. അതുമാത്രമല്ല, RSSന്റെ ഉപദേഷ്ടാക്കളിൽപ്പെട്ട മൂഞ്ച എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം ബ്രിട്ടീഷുകാരുടെ പാദസേവകരായി അവരുടെ സഹായിയായി നിൽക്കുകയായിരുന്നു. 1930 സ്വാതന്ത്ര്യദിനവുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് ഇറക്കിയ ഒരു സർക്കുലർ, അതിനെ പിന്തുണയ്ക്കാൻ RSSനെ നിർബന്ധിക്കപ്പെട്ടപ്പോൾ അവർ അതിനെ അവഗണിക്കുകയാണ് ഉണ്ടായത്. ത്രിവർണ പതാകയെ ഞങ്ങൾക്ക് ആദരിക്കാൻ സാധ്യമല്ല, ഭഗവാൻ ജണ്ടയെ മാത്രമാണ് ഞങ്ങൾക്ക് ആദരിക്കാൻ സാധിക്കൂ എന്ന് പറഞ്ഞ് ത്രിവർണ പതാകയെപ്പോലും എതിർത്ത RSS എന്ന പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയ KB ഹെഡ്ഗേവാർ, അദ്ദേഹത്തിനാണ് പാലക്കാട് ബെഡ്സ് സ്കൂളിൽ പേര് നൽകണം എന്ന് ശാഠ്യം പിടിക്കുന്നത്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് ഇടേണ്ട സ്ഥലമെന്ന് പറഞ്ഞാൽ നമ്മുടെ നരേന്ദ്രമോദി സർക്കാർ ശൗചാലയ പദ്ധതി നടപ്പിലാക്കിയിരുന്നു. യഥാർത്ഥത്തിൽ ഓരോ ശൗചാലയത്തിനുമാണ് അദ്ദേഹത്തിൻ്റെ പേര് ചേരുകയുള്ളൂ എന്ന് മാത്രമാണ് എനിക്ക് ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.